നമ്മൾ കേരളീയരുടെ ഏറ്റവും വലിയ ഒരു വികാരമാണ് ആറ്റുകാൽ പൊങ്കാല. എനിക്ക് തോന്നുന്നു ജാതി മതഭേദമന്യേ എല്ലാവരും അതിന് പങ്കെടുക്കാറുണ്ട്. ഇപ്രാവശ്യം ആറ്റുകാൽ പൊങ്കാല ഇതുപോലെ തന്നെ വളരെ ജനകീയമായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുറച്ച് വിവാദങ്ങൾ, അത് വളരെ എന്താ പറയുക, നമുക്ക് അത്ര സുഖകരമല്ലാത്ത കുറച്ച് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അത് കൂടുതൽ ഈ ചലച്ചിത്ര മേഖലയിലുള്ള ചില നടിമാർ അവർ ഓൺലൈൻ മീഡിയയ്ക്കെതിരെ കുറച്ച് എന്താ പറയുക പരാമർശങ്ങളും അവർ വേദനിപ്പിക്കുന്ന കുറേ കാര്യങ്ങളും വന്നു. കുറച്ച് വിവാദങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ആറ്റുകാൽ പൊങ്കാല ലോകമെമ്പാടുമുള്ള, അത് പുറത്തുനിന്നുള്ള, അതായത് മലയാളികൾ മാത്രമല്ല, തമിഴ്നാട്ടിൽ നിന്നുള്ളവർ വരാറുണ്ട്. കൂടുതൽ നമ്മളെ മലയാളികളാണെങ്കിൽ തന്നെ വിദേശത്തു നിന്നുള്ളവരൊക്കെ ഇതിന് വേണ്ടിയിട്ടൊക്കെ വരാറുണ്ട്. ഇപ്രാവശ്യം നമ്മുടെ ഗൾഫിലൊക്കെ യുദ്ധവുമായി ബന്ധപ്പെട്ട് കുറേ പേർക്ക് വിമാനങ്ങളും ഒന്നും എന്താ പറയുക പലതും ഫ്ലൈറ്റ് ക്യാൻസലേഷനൊക്കെ വന്നതുകൊണ്ടും കുറേ പേര് പല വേറെ രാജ്യങ്ങളിലൊക്കെ പെട്ടുകിടക്കുന്നുണ്ടൊക്കെ കുറേ പേർക്കൊന്നും വരാൻ പറ്റിയിട്ടില്ല. എന്തായാലും എല്ലാ പ്രാവശ്യത്തെ പോലെ തന്നെ തിരക്കിൻ്റെ കാര്യത്തിൽ കുറവൊന്നുമില്ല. അന്നത്തെ ദിവസം തിരുവനന്തപുരം മുഴുവനും ഒരു ആഘോഷം തന്നെയായിരുന്നു. അപ്പോൾ ഇപ്പോൾ വിവാദങ്ങൾ വന്നിരിക്കുന്നതിൽ ഒന്ന്, അന്നാരാജൻ എന്ന് പറയുന്ന നടി, നമുക്കറിയാം അങ്കമാലി ഡയറീസിലൂടെ വന്നത്, അവർ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളെല്ലാം വളരെ സജീവമാണ്. അപ്പോൾ ഒരുപാട് നടിമാരുണ്ട്. അതിൽ അന്നരാജൻ്റെ ഈ പറഞ്ഞ പോലെ എല്ലാവരും സാരി ഉടുത്തിട്ടാണ് അവിടെ വരുന്നത്. അന്നരാജൻ സാരി ഉടുത്ത് വന്ന സമയത്ത് അവരുടെ പല വിഷ്വൽസ് ഓൺലൈൻ മീഡിയക്കാർ പല രീതിയിലൊക്കെ പ്രചരിപ്പിച്ച്, എന്താ പറയുക, നമുക്കറിയാം പലപ്പോഴും അതൊക്കെ പ്രചരിപ്പിച്ച് വരുമ്പോൾ ഏതൊക്കെ ആംഗിളുകളിൽ മോശമായ രീതിയിലൊക്കെ പ്രചരിപ്പിച്ച് വരുന്നതിനെതിരെ, അപ്പോൾ ഇവരുടെ വസ്ത്രധാരണത്തിനെതിരെ അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഒന്ന്, അവരെ അനുകൂലിച്ച് കമൻറ്റ് വന്നത്, അവർക്ക് ഇഷ്ടമുള്ളൊരു വസ്ത്രം ധരിക്കുന്നു, അതുമാത്രമല്ല അവരൊരു പൊങ്കലിടാനാണ് വളരെ എന്താ പറയുക ഭക്തിയോട് കൂടിയാണ് അവർ വന്നത്, അപ്പോൾ എന്തിനാണ് ഇങ്ങനെ അവർക്കെതിരെ ഇങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞ് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ചിലവരാണെങ്കിൽ ഇവരെ പ്രതികൂലിച്ച് പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ട്. അതായത് ഇതൊരു എന്താ പറയുക വളരെ ഭക്തി നിറഞ്ഞ ഒരു ദൈവത്തിൻ്റെ ഒരു കാര്യമാണ്, അതിലിങ്ങനെയാണോ വരുന്നത്, അവർ റീച്ച് കിട്ടാൻ വേണ്ടിയില്ല. അതായത് ഇവരുടെ വസ്ത്രദാനത്തിനെതിരെ വന്ന കമൻറ്റുകളൊക്കെ ഇവർക്കെതിരെ വന്ന ഒരു സൈബർ അറ്റാക്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു സൈബർ അറ്റാക്കിനെതിരെ ഇവർക്കെതിരെ വന്ന കമൻറ്റുകൾക്ക് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞവരും ഈ പറഞ്ഞ പോലെ പ്രതികൂലിച്ച് പറയുന്നവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ അവർ ഒരു മാപ്പ് പറയുന്ന ഒരു പോസ്റ്റ് പോലെയാണ് ഇവരിട്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവർക്ക് വന്നിരിക്കുന്ന അപ്പോൾ ഇവർ പറയുന്നത് ശുദ്ധമായ ഭക്തിയോടെയാണ് ഞാൻ അവിടെ വന്നത്. അതായത് ആറ്റുകാലമ്മയ്ക്ക് ആദ്യമായിട്ടാണ് ഇവർ പൊങ്കാല അർപ്പിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവർ പറഞ്ഞാൽ വളരെ ശുദ്ധമായ ഒരു ഭക്തിയോട് കൂടിയാണ് ഞാൻ അവിടെ വന്നത്. അപ്പോൾ അവിടെ വന്ന് ആ ഒരു അടുപ്പിൽ എന്താ പറയുക, ആ ഒരു ചൂടത്ത് എൻ്റെ ഒരേ ഒരു ചിന്ത മാത്രമായിട്ടാണ് ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പല മീഡിയക്കാർ വന്നിട്ട് പല രീതിയിൽ പല ആംഗിളുകളിൽ ഫോട്ടോസ് എടുക്കുന്നു, അല്ലെങ്കിൽ വീഡിയോസ് എടുക്കുന്നു. ഇതൊന്നും ആ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മോശമായിട്ട് രീതിയിൽ പലരും ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലവർക്കും ഇത് ചിലപ്പോൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇവരൊരു മാപ്പ് പറയും. ഇവർ പറഞ്ഞ ആ ഒരു പരിശുദ്ധമായിട്ടുള്ള ഒരു നിമിഷമാണ്. ആ ഒരു നിമിഷത്താണ് ഇതുപോലത്തെ എന്താ പറയുക വീഡിയോ ഒക്കെ ഇട്ടിരിക്കുന്നത്. അത് എൻ്റെ സാരി ഞാൻ ധരിച്ചത് ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കാം. എന്തായാലും ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഒരു ഓൺ ബ്രാൻഡ് സാരിയൊക്കെയാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ട് ഇവർ ധരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനെതിരെ ഇതിനെതിരെയാണ് ഒരു ബോഡി ഷേമിങ് കാര്യങ്ങളോട്ടൊക്കെ രീതിയിലൊക്കെ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കറിയാം, സാധാരണ ഒരു കടയുടെ ഉദ്ഘാടനത്തിന് വരുന്നത് പോലെയോ, അല്ലെങ്കിൽ ഒരു സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്നത്, ഒരു സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ചിന് വരുന്നത് പോലെയല്ല. ഇത് വളരെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു എന്താ പറയുക, അങ്ങനത്തെ ഒരു മൊമെൻ്റാണ്, അങ്ങനത്തെ ഒരു ദിവസമാണ്, അങ്ങനത്തെ ഒരു സ്ഥലമാണ്. അപ്പം അവിടെ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പോവുക എന്ന് പറയുന്നത് പലരുടെയും ഈ പറഞ്ഞ പോലെ ഭക്തിയുള്ള എല്ലാവരുടെയും അത് വളരെ മോശമാണ്. നമുക്ക് അറിയാം അത് അങ്ങനെ അത് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള എന്താ പറയുക മോശമായ ചർച്ചകൾ വരുന്നതൊന്നും ശരിയായിട്ടില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ ഒരു മാപ്പ് പറഞ്ഞിട്ടാണ് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും വികാരങ്ങളെ ഞാൻ എന്താ പറയുക വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോൾ മാധവ് സുരേഷ് ഇവരെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പോസ്റ്റ് പോലെ മാധവ് സുരേഷ് പറഞ്ഞത്, അന്ന മാപ്പ് പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. നമുക്കറിയാം മാധവ് സുരേഷ് ഗോയുടെ മകൻ, രണ്ടാമത്തെ മകൻ, അദ്ദേഹം വളരെ എന്താ പറയുക പൊട്ടിത്തെറിക്കല്ല, വളരെ സുരേഷ് ഗോപിയുടെ പോലത്തെ ഒരു വ്യക്തിത്വമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഗോകുൽ സുരേഷ് ആണെങ്കിൽ കുറച്ചുകൂടി മൂത്ത മകനാണെങ്കിൽ കുറച്ചുകൂടി മയത്തിലാണ് സംസാരിക്കാറുള്ളത്. പക്ഷെ മാധവ് അങ്ങനെയല്ല, എല്ലാം മനസ്സിൽ തോന്നുന്നത് ഓപ്പൺ ആയിട്ട് പറയും. പല കാര്യങ്ങളും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് സുരേഷ് ഗോപിക്കെതിരെ ഒരു അറ്റാക്കിനെ കുറിച്ചാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അങ്ങനെയുള്ള പല സുരേഷ് ഗോപിയുടെ ഫാമിലി മോശമായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെയൊക്കെ പ്രതികരിക്കുന്ന ഒരാളാണ് പ്രധാനമായിട്ടും മാധവ് സുരേഷ്. മാധവ് പറഞ്ഞിരിക്കുന്ന അന്ന മാപ്പ് പറയേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ ആ മോശമായിട്ട് വീഡിയോസ് എടുത്തവർക്കെതിരെയാണ് മാധവ് കമന്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു ഇതിൽ രമ്യ പണിക്കർ എന്ന് പറയുന്ന ഒരു അഭിനേത്രി, ഇതുപോലെ അവർ പറയുന്നത്
അവരൊരു പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ടിരിക്കുന്നത് അവരുടെ വീട്ടിൽ അവരും അവരുടെ ഒരു ഫാമിലിയൊക്കെ ആയിട്ടായിരുന്നു ഈ ഒരു പൊങ്കാല ഇട്ടത്. അപ്പോൾ അവരുടെ അനുവാദം കൂടാതെ ആ വീട്ടിലോട്ട് കുറേ ഓൺലൈൻ മീഡിയാസ് ഒക്കെ കടന്നു വന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർ വന്നു, അവർ ഫോട്ടോ വീഡിയോ എടുക്കട്ടെ എന്ന് ചോദിച്ചു, ഞാൻ എടുത്തോളാൻ പറഞ്ഞു. അവരോട് നല്ല രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചു, ഞങ്ങളൊരു നല്ലൊരു ഇൻട്രാക്ഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഇവർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് പോയി. പക്ഷെ ഇതിലെ ചില ഫോട്ടോസും വീഡിയോസും ഒക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിച്ചു. എന്നിട്ട് ഇവരുടെ തന്നെ ഒരു ഇൻസ്റ്റാ പ്രൊഫൈലിലോ ഒക്കെ ഒരു ഫോട്ടോ ഇവരിട്ടിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു ഇത് കുറച്ച് മീഡിയാസ് എടുത്തു തന്നെയാണ്, പക്ഷെ ഇത് വളരെ മാന്യമായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളൊന്ന് നോക്കൂ എന്തൊരു മാന്യമായിട്ടാണ് ഇവർ വീഡിയോസ് എടുത്തിരിക്കുന്നത്. പക്ഷെ ചില മീഡിയാസ് വളരെ മോശമായിട്ട് പ്രചരിപ്പിച്ചു. അതുകൊണ്ട് വളരെ രൂക്ഷമായിട്ടുള്ള രീതിയിൽ തന്നെ അവർ ഈ കാര്യം സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിനെതിരെയാണ് ഒരു ചർച്ച വന്നിരിക്കുന്നത്. അതായത് ഈ ഓൺലൈൻ മീഡിയാസിനെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്. കാരണം ഈ ഒരു കമന്റ് വന്നത് എന്തിനാണ് ഇവരെയൊക്കെ അങ്ങോട്ടൊക്കെ വരുത്തുന്നത്, ഇവർക്ക് എന്തിനാണ് അനുവാദം അങ്ങോട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് ആളുകൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ചില ആളുകൾ ചോദിക്കുന്നത് നിങ്ങൾ ഇതുപോലെ വസ്ത്രം ധരിച്ചിട്ടല്ലേ എന്ന് പറയുന്നു. മറ്റൊരു പറയുന്നത് നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ അവരെ കൊണ്ടുവരുന്നത്. അപ്പൊ രണ്ട് രീതിയിൽ ഉള്ള ചിന്തകളാണ്. കാരണം എല്ലാ വർഷവും നമുക്കറിയാം പൊങ്കാല സ്ഥിരമായിട്ട് വരുന്ന കുറെ ചലച്ചിത്ര താരങ്ങളുണ്ട്. ഇപ്പൊ ആനി അവര് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഇപ്രാവശ്യം എനിക്ക് തോന്നുന്നു ആനി അവരുടെ കൂടെ ബീന ആന്റണി ഉണ്ടായിരുന്നു. ബീന ആന്റണി രണ്ടാമത്തെ പ്രാവശ്യം എന്താണ് പൊങ്കാലിടാൻ വരുന്നത്. പിന്നെ നിർമ്മാതാവ് അൽവിൻ ആന്റണിയുടെ വൈഫ് ഉണ്ടായിരുന്നു ലീന. അപ്പൊ അവര് ഷാജി കൈലാസിന്റെ ഒക്കെ ഫാമിലി സുഹൃത്തുക്കളാണ്. അപ്പോൾ അവരുടെ കൂടെ ഈ പറഞ്ഞ ആനിയുടെ കൂടെ അവർ വന്നതാണ്. അപ്പൊ ആനി പറഞ്ഞത് ഞാൻ ഒരുപാട് വർഷമായി, ഇവരൊക്കെ പുതിയ ആളുകളാണ്, ഇവരാദ്യമായിട്ടാണ്, അപ്പൊ ഇവര് എന്റെ കൂടെ ജോയിൻ ചെയ്യാൻ ഇപ്രാവശ്യം വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നമ്മുടെ പ്രിയം സിനിമയിലെ പഴയ നായിക അവര് ഈ ഇതിൽ പൊങ്കാലിടാൻ വേണ്ടി വന്നിരുന്നു. അപ്പൊ അവരുടെ കുറെ ബൈറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. അപ്പൊ കുറച്ച് മാന്യമായിട്ടുള്ള കുറെ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ഇപ്പത്തെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പൊ ഈ ഓൺലൈൻ മീഡിയയെ കുറിച്ച് പറയുമ്പോൾ യൂട്യൂബേഴ്സ് എന്ന് പറയാറുണ്ട് ഇവര്. അപ്പൊ ഇവർക്കെതിരെ ഇപ്പോ തെലുങ്കിലൊക്കെ നായകന്മാരെ എനിക്ക് തോന്നുന്നു രുക്മിണി വസന്തിനെ പോലെയുള്ള കുറച്ച് പേരൊക്കെ ഇപ്പൊ അവർക്കെതിരെ ഒരു ഗ്രൂപ്പായിട്ട് അവർ കുറെ പേര് ഒരു ക്യാമ്പയിൻ പോലെ ഇവർക്കെതിരെ, അതായത് ബോഡി ഷെയ്മിങ്ങും മോശമായിട്ടുള്ള ആംഗിളുകൾ നമ്മളെ കവർ ചെയ്യില്ല, നമ്മളെ മോശമായിട്ട് നടിമാരെ മോശമായിട്ട് ഈ ഓൺലൈൻ മീഡിയാസ് പ്രസന്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കമന്റുകളൊക്കെ വരും. ഇവര് ഒരു ക്യാമ്പയിൻ പോലെ എന്താ പറയാ പോസ്റ്റുകളും അതിനെ ഇവർ സപ്പോർട്ട് ചെയ്തൊരു കമന്റുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അപ്പരും ചോദിക്കേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഓൺലൈൻ മീഡിയാസിനെ ഡിസ്കറേജ് ചെയ്യുകയാണെങ്കിൽ അത് ഇവർ വരുമ്പോൾ ഇവരോട് വരണ്ട എന്ന് പറയാൻ അധികാരം ഇവർക്കില്ല. ഓക്കെ, ഒരു പബ്ലിക് ഫംഗ്ഷൻ ചിലപ്പോൾ അങ്ങനെ പറയാൻ പറ്റില്ലായിരിക്കും. പക്ഷെ നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴും പ്രൈവറ്റ് ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ എന്ത് തരം ഇതായിക്കോട്ടെ ഈ ഓൺലൈൻ മീഡിയാസിനെ കൊണ്ടുവരുന്നതും ഈ പറയുന്ന സംഘാടകർ അല്ലെങ്കിൽ ഈ പറയുന്ന ചലച്ചിത്ര പ്രവർത്തകർ തന്നെയാണ്. അവർക്ക് ഒരു റീച്ച് കിട്ടണമെങ്കിൽ ഈ ഓൺലൈൻ മീഡിയാസ് വേണം. പലപ്പോഴും എല്ലാ ഇന്റർവ്യൂസിലൊക്കെ ചലച്ചിത്ര സംവിധായകരും നടന്മാരും ഒക്കെ പറയുന്നതാണ്, നിങ്ങൾ ഓൺലൈൻ മീഡിയാസ് ആണ് ഞങ്ങളുടെ ഒരു സിനിമയെ വിജയിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇവരെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് തന്നെയാണ്. അപ്പൊ ഇവർക്കും റീച്ച് വേണം, എല്ലാവർക്കും റീച്ച് വേണം. അപ്പൊ റീച്ചിന് വേണ്ടിയിട്ട് ഇവർ ഈ ഓൺലൈൻ മീഡിയാസിനെ കൊണ്ടുവരുന്നതാണ്. നമുക്കറിയാം ഒരു സിനിമയുടെ റിവ്യൂ പണ്ടൊന്നും ഒരു പത്രത്തിലൊക്കെ ഒരു ക്രിട്ടിക്സ് റിവ്യൂ എഴുതുന്ന പോലെയല്ല. ഇന്ന് ഓൺലൈൻ മീഡിയാസ് റിവ്യൂ പറയുന്നു, ഒരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ റിവ്യൂസ് വരുന്നു. അപ്പോൾ ഈ റിവ്യൂസ് മോശമാവുമ്പോൾ പല രീതിയിൽ റിവ്യൂസ് വരുന്നുണ്ട്. ചിലത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഒരുപാട് റിവ്യൂവേഴ്സ് പ്രതികരിക്കുന്നുണ്ട് സിനിമകളെ കുറിച്ച്. പ്രത്യേകിച്ച് അതിൽ അഭിനയിച്ച നടന്മാരെ നടിമാരെ കുറിച്ച് അവരെ ബോഡി ഷേമിങ് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു ഇരട്ടപ്പേരിട്ടുകൊണ്ട് നമുക്കറിയാം വളരെ ഒട്ടും കൾച്ചർ ഇല്ലാത്ത രീതിയിൽ ആണ് കുറെ ഓൺലൈൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓൺലൈൻ റിവ്യൂവേഴ്സ് ചില സിനിമകളെ വലിച്ചു കീറുന്നത്. അതിനിപ്പോ എന്താ പറയാ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പേരിട്ടിട്ട് ഒരിക്കൽ ഒരു സംവിധായകന് കോടതിയിൽ ഫയൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ കോടതി വരെ പറഞ്ഞതാണ് റിവ്യൂ ബോംബിംഗ് ഇവിടെ നടക്കുന്നുള്ളത്. പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യം, ഇതേ ഓൺലൈൻ റിവ്യൂവേഴ്സ് ഒരു സിനിമയെ പോസിറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സിനിമാക്കാർ തന്നെ അല്ലെങ്കിൽ സിനിമയുടെ പ്രവർത്തകർ തന്നെ അത് ഭയങ്കരമായിട്ട് ഷെയർ ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് കിട്ടുമ്പോൾ അത് ഓക്കെയാണ്, നമുക്ക് ഇഷ്ടപ്പെടാത്തത് കിട്ടുമ്പോൾ അത് റിവ്യൂ ബോംബിങ്ങോ അല്ലെങ്കിൽ അതൊരു മോശമായിട്ടുള്ള പ്രവണതയോ ഡീഗ്രേഡിങ്ങോ എന്നൊക്കെ കണക്കാക്കുന്നത്. അപ്പൊ ഇത് ഒരു നല്ല പ്രവണതയാണല്ലോ എന്നുള്ളത് ചിന്തിക്കണം. അപ്പൊ ആരാണ് ഇവിടെ കൺട്രോൾ ചെയ്യുന്നത്? നമുക്ക് പറയാം രണ്ട് കൈയും കൂട്ടിമുട്ടിയാലേ കൈയടി വരുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഒരു ഓൺലൈൻ മീഡിയാസിനെയോ അല്ലെങ്കിൽ ഒരു യൂട്യൂബേഴ്സിനെയോ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പുറത്ത് അവരെ പ്രൊമോട്ട് ചെയ്യുന്നത് ആരാണ്, അവരെ ഇൻവൈറ്റ് ചെയ്യുന്നത് ആരാണ്, അവരും കൂടി നോക്കണം. അങ്ങനെ ഒരു രണ്ടു കൂട്ടരും കൂടി രണ്ടു കൂട്ടർക്കും അത് ഗുണമുള്ള ഒരു കാര്യമാണ്. ഇപ്പുറത്ത് ഇവർക്ക് റീച്ച് കിട്ടുന്നു, ഈ മീഡിയാസ് കവർ ചെയ്യുമ്പോൾ ഇപ്പുറത്ത് മീഡിയാസിന് കണ്ടന്റ് കിട്ടുന്നു, അവർക്ക് ആ കണ്ടന്റ് യൂട്യൂബിലോ ഫേസ്ബുക്കിലോ ഇടുമ്പോൾ റവന്യൂ കിട്ടുന്നു, അവരുടെ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം ചിന്തിച്ച് സംസാരിച്ച് അല്ലെങ്കിൽ എന്താ പറയുക ഇതിനൊരു തീരുമാനം എടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴിചാരിയിട്ട് കാര്യമില്ല.
അതുകൊണ്ട് ഇതൊരു തീരുമാനമെടുക്കുക. പ്രത്യേകിച്ച് ഇതുപോലെ പൊങ്കാലയൊക്കെ പോലെ ആറ്റുകാൽ പൊങ്കാലയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു അമ്പലമോ ഭക്തിയോ ഒരു കൾച്ചറോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ കുറച്ച് ശ്രദ്ധിച്ച് എല്ലാ കൂട്ടരും ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നമുക്ക് രേഖപ്പെടുത്തുക.